നേതൃത്വത്തിനെതിരെയും ചോദ്യങ്ങൾ ഉയരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ. ഇന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായി തട്ടിക്കയറുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ആമുഖമായി നിങ്ങൾ കണ്ടത്. പിണറായിയുടെ സ്വഭാവം പട്ടിയുടെ വാലുപോലെയാണ് എന്ന് പറയുവാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സംഭവം. കാരണം നമുക്കറിയാം, പിണറായി വിജയൻ എന്ന നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ധാർഷ്ട്യത്തിൻ്റെ മൂർത്ത രൂപമായിരുന്നു. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തു നിന്നും പാർട്ടി പ്രവർത്തകനോട് പ്രചരണ വേദിയിൽ വെച്ച് നിന്റെ വീട്ടിൽ പോയി ചോദിക്കുവാനും പറഞ്ഞ പിണറായി വിജയൻ പലപ്പോഴും പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സ്വാഗത പ്രസംഗകരെയും അവതാരകരെയും പോലും വെറുതെ വിട്ടിരുന്നില്ല. എന്തിനേറെ മൈക്കിനോട് പോലും തട്ടിക്കയറുന്ന മുഖ്യമന്ത്രിയെയാണ് പിണറായിയുടെ ഭരണകാലത്ത് കേരളം കണ്ടിട്ടുള്ളത്. എന്നാൽ ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം നാണം കെട്ട് CPM-ൻ്റെ മുഖം നഷ്ടപ്പെടുത്തിയ നേതാവ് എന്ന പരിവേഷം വന്നതിന് ശേഷം തൻ്റെ പ്രതിച്ഛായയിൽ ഉടച്ചുവാർക്കൽ നടത്തുവാനായി റെയിൽവേ സ്റ്റേഷൻ്റെ സിമൻറ്റ് ബെഞ്ചിൽ സർവ്വസാധാരണക്കാരനെ പോലെ ആളും ആരവുമില്ലാതിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പിണറായി ക്യാമ്പ് വ്യാപകമായ പ്രചരണങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് പിണറായിയുടെ തനി സ്വരൂപം പുറത്തു വന്നിരിക്കുകയാണ്. അഹങ്കാരിയായ പിണറായി വിജയന് യാതൊരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മൾ ആമുഖമായി കണ്ട ദൃശ്യങ്ങൾ. എന്നാൽ പിണറായി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനാകുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. DYFI സമ്മേളനവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പ്രതിനിധി ചർച്ചകളിൽ ഉയർന്നു വരുന്ന രൂക്ഷമായ വിമർശനങ്ങൾ പുറത്തേക്ക് പോകുന്നു, മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നു എന്ന വിവരമാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർക്കായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, 25 വർഷക്കാലം കേരളത്തിലെ CPM-നെ ഒരു ഏകഛത്രാധിപതിയെ പോലെയാണ് പിണറായി വിജയൻ തൻ്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും ഈ കാലഘട്ടത്തിൽ പാർട്ടിയെ അടക്കിവാണ പിണറായി വിജയനെതിരെ ദുർബലമായിട്ടുള്ളതാണെങ്കിലും ഒരു പ്രതിഷേധമുയർത്തുവാൻ ശേഷി കാണിച്ച ഏക നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. എന്നാൽ VS കൂടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയതോടെ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ പിണറായിക്കെതിരെ, പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ, പിണറായിയുടെ വൃത്തികെട്ട ശൈലിക്കെതിരെ പ്രതികരിക്കുവാൻ ആർജവമുള്ള ഒരുത്തനും CPM-ൽ ഉണ്ടായിരുന്നില്ല എന്നതും വസ്തുതയാണ്. ഇതിന് പറയാവുന്ന ഏക അപവാദം VS-നെ കൂടാതെ TP ചന്ദ്രശേഖരനാണ്. ഒഞ്ചിയത്ത് പാർട്ടി പിളർത്തിക്കൊണ്ട് പുറത്തു വന്ന TP ചന്ദ്രശേഖരൻ എന്നും പിണറായിയുടെ രൂക്ഷ വിമർശകനായിരുന്നു. പിണറായിയുടെ ഗുണ്ടാ സംസ്കാരത്തിന് കീഴടങ്ങാത്ത വ്യക്തിത്വമായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല പാർട്ടിയിൽ പിണറായി വിജയൻ്റെ സ്ഥിതി എന്നതാണ് വസ്തുത. പലപ്പോഴും കേരളത്തിൽ പരിഹാസരൂപേണ അവതരിപ്പിക്കുന്ന ഒരു തമാശയുണ്ട്. റിട്ടയർ ചെയ്താൽ പോലീസുകാരന് വിലയില്ല, നാട്ടുകാർ മെക്കിട്ട് കയറും. അതേ സ്ഥിതിയാണ് വരുന്നവനും പോകുന്നവനുമെല്ലാം താടയ്ക്ക് തട്ടിക്കെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ CPM-നുള്ളിൽ പിണറായി വിജയൻ അഭിമുഖീകരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ DYFIയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ സമ്മേളന പ്രതിനിധികൾ ഉയർത്തിവിടുന്നത്. DYFI എന്ന CPM-ൻ്റെ യുവജന സംഘടനയുടെ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ അവർ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മേഖലാ സമ്മേളനങ്ങളിലും ഇപ്പോൾ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലുമടക്കം പിണറായി വിജയനെതിരെ പ്രതിനിധികൾ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. ഇവിടെ അവർ പിണറായി വിജയൻ്റെ ശൈലിയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ CPM-ന് ഇത്രയും ദയനീയമായ പരാജയമുണ്ടായതെന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നു. അതിലും ഗൗരവതരമായി അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഈ കാര്യം അംഗീകരിക്കുവാനോ തിരുത്തൽ നടത്തുവാനോ പാർട്ടി ഇതുവരെയും തയ്യാറാവാത്ത വിഷയമാണ്. MV ഗോവിന്ദനെ പോലുള്ളവർ പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരായി CPM-ൻ്റെ ഉന്നതമായ നേതൃസ്ഥാനങ്ങളിൽ തുടരുന്നതിനെയും അവർ ശക്തിയുക്തം എതിർക്കുന്നുണ്ട്. പിണറായി വിജയനെയും MV ഗോവിന്ദനെയും മാത്രമല്ല പാർട്ടിയുടെ പരാജയത്തിന് കാരണക്കാരായി അവർ ചൂണ്ടിക്കാണിക്കുന്നവരിൽ പിണറായിയുടെ മകളുടെ രണ്ടാം ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസും, എന്തിനേറെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പോലും ഉൾപ്പെടുന്നുണ്ട് എന്നതും വസ്തുതയാണ്. കൃത്യമായി
അക്കമിട്ട് നിരത്തിയാണ് പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള പ്രതിഷേധം സമ്മേളന പ്രതിനിധികൾ സൂചിപ്പിക്കുന്നത്. പിണറായി ശൈലിയിൽ തന്നെ പിണറായിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയനോട് ആഹ്വാനം ചെയ്യുന്ന അണികളെയും നമുക്ക് ഈ സമ്മേളന വേദികളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളൊന്നും പുറത്തു പോവാതിരിക്കുവാൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇതിനവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് പിണറായിയോടുള്ള കൂറാണ്. അത് വെറുതെ ഉണ്ടായ കൂറല്ല. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലവും ഇവരുടെ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും അദ്ദേഹം ലൈസൻസ് നൽകിയിരുന്നു. അതിൻ്റെ ആനുകൂല്യത്തിൽ സകല വൃത്തികേടുകളും കാണിച്ചുകൂട്ടിയ ഇത്തരം നേതാക്കൾ പാർട്ടിയുടെ പദവികളിലേക്ക്, ഉന്നതമായ പദവികളിലേക്ക് എത്തിച്ചേരുകയും ആ പദവികളുടെ ആനുകൂല്യത്തിൽ അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ പെട്ടിപിടിപ്പുകാരായിട്ടുള്ള ഇത്തരം നേതാക്കളാണ് തങ്ങളുടെ പ്രസ്ഥാനത്തിന് ഈ അപച്യുതിയും അപഗതിയും ഉണ്ടാക്കിയത് എന്ന രൂക്ഷമായ വിമർശനങ്ങൾ പോലും സമ്മേളന പ്രതിനിധികൾ ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ഇനി ഒട്ടും വകവെച്ച് കൊടുക്കുവാൻ കഴിയുകയില്ല എന്നും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ ഇനി എന്തെങ്കിലും അവശേഷിക്കുന്ന സാധ്യതകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുമെന്നും ബംഗാളിലേതിനും ത്രിപുരയിൽ നടന്നതിനും തുല്യമായ ഒരു നിലയിൽ CPM അധപതനത്തിൻ്റെ പടുകുഴിയിൽ, തകർച്ചയുടെ പടുകുഴിയിലേക്ക് കേരളത്തിലും വീണുപോകുമെന്നും അവർ ആശങ്കപ്പെടുന്നുണ്ട്. പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് നിന്നും മാറി നിന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന 5 വർഷ ഭരണകാലത്ത് ഏതെങ്കിലും നിലയിൽ UDFനെ പ്രതിരോധിക്കുവാൻ CPM എന്ന സംഘടനയ്ക്ക്, പ്രതിപക്ഷ സംഘടനയ്ക്ക് സാധിക്കില്ല എന്നാണ് പാർട്ടി പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഇതിനുള്ള കൃത്യമായ കാരണങ്ങളും അവർ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഭരണത്തിലേറി 1.5 മാസം പിന്നിടുമ്പോൾ UDF സർക്കാരിനെ വേട്ടയാടുവാൻ കഴിയുന്ന നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ വിവാദങ്ങളെല്ലാം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഈ വൃത്തികേടുകൾക്കെല്ലാം തുടക്കം കുറിച്ചത്, ഈ വിവാദങ്ങൾക്കെല്ലാം വഴിമരുന്നിട്ട നടപടികൾ ആരംഭിച്ചത് പിണറായി വിജയൻ്റെ ഭരണകാലത്തായിരുന്നു എന്ന വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ നടത്തുന്നതോടെ ഈ വിവാദങ്ങൾ ആളിക്കത്തിക്കുവാനുള്ള എല്ലാ സാധ്യതകളും തങ്ങൾക്ക് മുമ്പിൽ ഇല്ലാതാകുന്നു എന്ന അഭിപ്രായ പ്രകടനമാണ് DYFI പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം പേരും പ്രകടിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ള വൃത്തികേടുകളെ തള്ളിപ്പറയുവാൻ തയ്യാറായില്ലെങ്കിൽ പാർട്ടിക്ക് ഇനി മുമ്പോട്ടൊരു ഭാവിയില്ല എന്നുള്ള യുവസഖാക്കളുടെ തിരിച്ചറിവാണ്. G. സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ള നേതാക്കളെ വെട്ടിനിരത്തിക്കൊണ്ട് തൻ്റെ മരുമകനായ മകളുടെ 2ാം ഭർത്താവായ മുഹമ്മദ് റിയാസിനെ പാർട്ടിയുടെ മേൽഘടകത്തിലേക്കും മന്ത്രിസഭയിലേക്കും നിർണായക പദവികൾ നൽകി ഉയർത്തിക്കൊണ്ടുവന്ന പിണറായി ശൈലി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല എന്ന ശക്തമായ വിമർശനങ്ങൾ പോലും കോട്ടയം ജില്ലാ സമ്മേളനത്തിനിടയിൽ നിന്നും എറണാകുളം ജില്ലാ സമ്മേളനത്തിനിടയിൽ നിന്നും ഉയർന്നു വന്നുവെന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തുവരുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും പിണറായിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാർട്ടി പ്രവർത്തന കാലഘട്ടത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPMൻ്റെ പല മുൻ മുഖ്യമന്ത്രിമാരും പിന്നീട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ചരിത്രമുണ്ടെങ്കിലും അന്ന് പരാജയത്തിലേക്ക് നയിച്ച EMS നമ്പൂതിരിപ്പാടിനോ EK നയനാർക്കോ VS അച്യുതാനന്ദനോ പിണറായി നേരിടേണ്ടി വന്ന ഒരു ദുർഗതി ഉണ്ടായിട്ടില്ല. അതിനുള്ള കാരണക്കാരനും പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം പിണറായിയുടെ നേതൃത്വത്തിൽ CPMൽ നടപ്പാക്കപ്പെട്ടിരുന്നത് പാർട്ടിയുടെ നയങ്ങളോ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളോ ആയിരുന്നില്ല. നേരെ മറിച്ച് പിണറായിയുടെ തൻകാരിയും താൻ പോരിമയും തന്നെയായിരുന്നു. ഇതിനെതിരെ പ്രതിരോധിക്കുവാൻ കഴിയാതെ പാർട്ടിയെ സ്നേഹിച്ചിരുന്ന സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടാണ് പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയത് എന്ന് അംഗീകരിക്കുവാനുള്ള മഹാമനസ്കത പോലും ഇപ്പോഴത്തെ പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള നേതൃത്വം കാട്ടുന്നില്ല എന്ന ശക്തമായ ആക്ഷേപവും DYFIയുടെ പ്രതിനിധികൾ ചർച്ചകൾക്കിടയിൽ ഉയർത്തിവിടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും DYFIയുടെ സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരെ ഉയരുന്ന കടക്കടാപ്പുറത്ത് വീട്ടിൽ പോയി ഇരിക്കട എന്നതിന് സമാനമായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.